ഹലോ ഡിയർ ലേണേഴ്സ്, വെൽക്കം ടു ജൂഫാക്സ് ക്ലാസ്സസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ഇയർ ഡിഗ്രിയുടെ കമ്പൽസറി പേപ്പർ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് സ്റ്റഡീസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പേപ്പറിൽ 14 യൂണിറ്റ്സ് ഉണ്ട്. അതെല്ലാം കൂടെ ഒന്നും നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്തെത്തില്ല. സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് അവർ ഫസ്റ്റ് യൂണിറ്റ്. അപ്പോൾ ഈ ഒരു പേപ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻവയോൺമെൻറ്റ് സ്റ്റഡീസ് എന്നുള്ള ടൈറ്റിൽ പോലെ വി ആർ ഗോയിങ് ടു ലേൺ സംതിങ് അബൌട്ട് എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റിലുള്ള കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള എന്താണ് എൻവയോൺമെൻറ്റ്, എന്താണ് എക്കോസിസ്റ്റം, അങ്ങനെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ വന്ന് ഫസ്റ്റ് ബ്ലോക്ക്. ആക്ച്വലി ഇതിൽ 4 ബ്ലോക്സ് ഉണ്ട് കേട്ടോ. 4 ബ്ലോക്സിലും കൂടിയിട്ടാണ് 14 യൂണിറ്റ്സ് ഉള്ളത്. ഫസ്റ്റ് ബ്ലോക്കിൽ 3 യൂണിറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ബ്ലോക്കിൻ്റെ ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്ക് ഇസ് ടോട്ടലി ഇൻട്രൊഡക്ഷൻ ബ്ലോക്ക് ആൻഡ് ദ സെക്കൻഡ് ബ്ലോക്ക് ഇസ് സംതിങ് അബൌട്ട് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് when we look on third block it's related with environmental issues and concerns, and the last block is include practices and policies of environmental protection. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പേപ്പറിൻ്റെ ഓവർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഒരുപാട് ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഈ ഒരു പേപ്പറിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഒരു പാറ്റേൺ, എക്സാം പാറ്റേൺ നിങ്ങളൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇത് MCQ ആണ്, വിച്ച് മീൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് എക്സാമിന് വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ ABCD അങ്ങനെ തുടങ്ങിയ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. ആൻഡ് യു ഷുഡ് സെലക്ട് വൺ കറക്റ്റ് ആൻസർ ആൻഡ് യു ക്യാൻ ബബിൾ ഇൻ OMR ഷീറ്റ്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെത്തേഡ്, എക്സാം മെത്തേഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കും നല്ല വൃത്തിക്ക് പഠിച്ചു പോകുമ്പോഴാണ് ആക്ച്വൽ ആൻസർ നിങ്ങൾക്ക് അതിൽ നിന്ന് പിക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് പറഞ്ഞിട്ട് ബോറടിപ്പിക്കാതെ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ യൂണിറ്റ്. ഫസ്റ്റ് യൂണിറ്റ് അവർ എൻവയോൺമെൻറ്റ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ എർത്തിൽ മാത്രമാണ് ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അല്ലെ, ഇപ്പോഴത്തെ സ്റ്റഡീസും ഇപ്പോഴത്തെ കറണ്ട് അപ്ഡേഷൻസ് ഒക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ എർത്തിൽ മാത്രമാണ്. ഇനി വേറെ പ്ലാനറ്റിൽ ഉണ്ടോ എന്ന് നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. മേ ബി ഓർ മേ നോട്ട് ബി, അല്ലേ, അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. എങ്കിലും നമ്മുടെ എർത്തിൽ ലൈഫ് എക്സിസ്റ്റ് ചെയ്യാനുള്ള ഒരുപാട് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. അതിലൊന്നാണ് നമുക്ക് ഉള്ള എനർജി സോഴ്സ് എന്ന് പറയുന്നത്. എനർജി സോഴ്സ് എല്ലാ പ്ലാനറ്റിലും ഒരുപോലെ അവൈലബിൾ ആണ്. എങ്കിലും അതല്ലാത്ത ഒരുപാട് കാര്യങ്ങളും എർത്തിലുള്ളത് കൊണ്ടാണ് എർത്തിൽ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എർത്തിൻ്റെ എല്ലാ ഭാഗത്തും ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്? നോ, ലൈഫ് എക്സിസ്റ്റ് ഓൺലി ഇൻ വെരി നാരോ സോൺ വിച്ച് ഇസ് കോൾഡ് ബയോസ്ഫിയർ. അപ്പോൾ എർത്തിൽ തന്നെ ബയോസ്ഫിയർ എന്ന് പറഞ്ഞ ഒരു സോണിൽ മാത്രമാണ് എന്തുള്ളത്, ജീവൻ നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം വേണ്ട എനർജി നമുക്കറിയാം. ലിവിങ് തിങ്സിനെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ് എനർജി, അല്ലേ, ഗ്രോത്തിനും നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യാനും ഒക്കെ. അപ്പം ഇതിനെല്ലാം വേണ്ട എനർജി നമുക്ക് ഫുഡിലൂടെയാണ് കിട്ടുന്നത്. പക്ഷെ ആ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്ലാന്റ്സ്, അപ്പോൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്ലാന്റ്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ കൺഫ്യൂഷൻ ആവും. ബട്ട് ഡോണ്ട് വറി, വി വിൽ ലേൺ ഇൻ അവർ കണ്ടിന്യൂസ് ചാപ്റ്റേഴ്സ്. അപ്പോൾ ഇതിനൊക്കെ കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നതിൻ്റെ ഒരു മേജർ സപ്ലൈ സണ്ണാണ്. സൺ ഈസ് എ മേജർ സോഴ്സ് ഓഫ് എനർജി. അപ്പോൾ നിങ്ങൾ 2 കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചു, അല്ലേ, ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നത് ബയോസ്ഫിയറിലാണെന്നും മേജർ സോഴ്സ് ഓഫ് എനർജി സൺ ആണെന്നും. ഈ രണ്ടും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. കാരണം വി ക്യാൻ എക്സ്പെക്ട് സം ക്വസ്റ്റ്യൻസ് ലൈക്ക് ഏതാണ് മേജർ എനർജി സോഴ്സ്, അല്ലെങ്കിൽ ഏത് സോണിലാണ് ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള പോലെയൊക്കെ. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആക്ച്വൽ ആയിട്ടുള്ള ആൻസർ അറിയണമെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നല്ലൊരു ഐഡിയ വേണം. ഇനി എൻവയോൺമെൻറ്റ് എന്നുള്ള ഈ ഒരു വേർഡ് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഡിറൈവ്ഡ് ഫ്രം എ ഫ്രഞ്ച് വേർഡ് എൻവിറോൺ. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എൻസർക്കിൾ ഓർ സറൗണ്ട് എന്നാണ്. ചുറ്റും, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളത് എന്നുള്ള ഒരു മീനിങ് വരുന്ന എൻവിറോൺ എന്ന ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് എൻവയോൺമെൻറ്റ് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടോട്ടൽ സം ഓഫ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് കമ്പോണൻസ് ഇൻഫ്ലുവൻസസ് ആൻഡ് ഈവൻ സറൗണ്ടഡ് ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിനെ സംബന്ധിച്ചിടത്തോളം അതിനെ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള അതിൻ്റെ ചുറ്റുമുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ വസ്തുക്കളും അടങ്ങിയ ഒരു ഇതിനെയാണ് എന്ത് പറയുന്നത്, എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് എൻവയോൺമെൻറ്റ് ഉണ്ടാവില്ലേ. എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഓർഗാനിസം ആൻഡ് ദ നേച്ചറാണ്. അപ്പോൾ നമുക്ക് ഹ്യൂമൻ ബീയിങ്സിനെ നോക്കുകയാണെങ്കിൽ വി have several kinds of environment like home environment, business environment, political environment and so on, etc etc. അങ്ങനെ ഒരുപാട് ഉണ്ട്.
അപ്പോൾ എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും അതിന് സറൗണ്ടിങ് ആയിട്ടുള്ള അത് കണ്ടിന്യൂസ്ലി ഇൻറ്ററാക്ട് ചെയ്യുന്ന ഫുള്ളി അഡാപ്റ്റഡ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ എൻവയോൺമെൻറ്റ് ഉണ്ട്. അത് നമുക്ക് ഹ്യൂമൻ ബീയിങ്ങിന് മാത്രമല്ല എല്ലാ ലിവിങ് ഓർഗാനിസിനും, ഇഫ് ഇറ്റ് ഇസ് പ്ലാന്റ്സ് ഓർ ആനിമൽസ് ഓർ ബേർഡ്സ് വാട്ട് എവർ ഇറ്റ് ഇസ്, ഒരു ലിവിങ് ഓർഗാനിസം ആണെങ്കിൽ അതിനെന്തുണ്ട്, നോട്ട് ഓൺലി ഫോർ ലിവിങ് ഓർഗാനിസം ബട്ട് ഓൾസോ ഫോർ നോൺ ലിവിങ്. പക്ഷെ അത് അത്രത്തോളം അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, കാരണം അത് ഗ്രോ ചെയ്യുന്നില്ല അല്ലേ. അപ്പം അതിന് എവിടെ നിന്നാലും അത് എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ലിവിങ് ഓർഗാനിസത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചുറ്റും നമ്മളെ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള, നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന എല്ലാം നമ്മുടെ എന്താണ് നാച്ചുറൽ എൻവയോൺമെൻറ്റ് ആണ് എന്ന് പറയാം അല്ലെ. കണ്ടിന്യൂസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന, നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, നമ്മൾ ഫുള്ളി അഡാപ്റ്റഡ് ആയിട്ടുള്ള എല്ലാം നമ്മുടെ നാച്ചുറൽ എൻവയോൺമെൻറ്റ് ആണ്. ആൻഡ് എൻവയോൺമെൻറ്റ് ഈസ് ദ സം ഓഫ് ടോട്ടൽ ഓഫ് എയർ, വാട്ടർ, ലാൻഡ്, അതുപോലെ തന്നെ അതിൻ്റെ റിലേഷൻഷിപ്പ് എമംഗ് സെൽഫ്സ്, ലൈക്ക് നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് എന്താണ് പ്ലാന്റ്സും ആനിമൽസും അതർ ഓർഗാൻസും ഒക്കെ ആയിട്ട് ഒരു ഇൻ്റർഡിപ്പെൻസ് ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഇനി ഈ ഒരു എൻവയോൺമെൻറ്റ് എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്കിങ്ങനെ കൺഫ്യൂഷൻ ആവുന്നില്ല എന്ന് വിചാരിക്കുന്നു. എങ്കിലും നമുക്ക് ടെക്സ്റ്റിലൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ, ഒരു പോണ്ടിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഒരു ഓർഗാനിസത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരുപാട് അബയോട്ടിക് കമ്പോണൻസ് ഉണ്ട് ആൻഡ് അതിന് ചുറ്റുമുള്ള ബയോട്ടിക് എൻവയോൺമെൻറ്റും ഉണ്ട്. ഇനി എന്തൊക്കെയാണ് അബയോട്ടിക് കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അബയോട്ടിക് കമ്പോണൻസ് മീൻസ് നോൺ ലിവിങ് തിങ്സ് ആണ് കേട്ടോ, ജീവനില്ലാത്ത വസ്തുക്കളാണ് അബയോട്ടിക് കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയായിരിക്കാം അതിൽ പെനിട്രേറ്റ് ചെയ്യുന്ന ലൈറ്റ്, ടെമ്പറേച്ചർ, അതുപോലെ തന്നെ അതിലുള്ള വാട്ടർ, ദെൻ വാട്ടറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ന്യൂട്രിയൻസ്, ഓക്സിജന്, ഗ്യാസസ്, ഓർഗാനിക് മാറ്റേഴ്സ്, അതിൽ ഡിസോൾവ് ആയിട്ടുള്ള എല്ലാം, ഇതൊക്കെ എന്താണ് അതിലുള്ള അബയോട്ടിക് കമ്പോണൻസ് ആണ്. ഓക്കെ, അതല്ലെങ്കിൽ നോൺ ലിവിങ് ആയിട്ടുള്ള സാധനങ്ങളാണ് അല്ലേ, ഇങ്ങനെ നമുക്ക് പറയാം. ഇനി അതിലുള്ള ബയോട്ടിക് എൻവയോൺമെൻറ്റ് എന്തൊക്കെയാണ് ആ ഒരു ഓർഗാനിസത്തിനെ സംബന്ധിച്ചിടത്തോളം, അതിന് ചുറ്റുമുള്ള എല്ലാ ജീവനുള്ള വസ്തുക്കളും, അതിൽ മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ്, പ്ലാങ്ക്ടൺ എന്ന് വിളിക്കും കേട്ടോ. പ്ലാങ്ക്ടണ് മുതൽ അക്വാട്ടിക് പ്ലാന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ആനിമൽസ് ഉണ്ട്, ഡീകമ്പോസേഴ്സ് ഉണ്ട്, ഇതൊക്കെ എല്ലാം ഒരു പോൺസിലുണ്ടാവും അല്ലേ. പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്. ഫ്ലോട്ട് ചെയ്യുന്നുണ്ടാവും, സബ്മേർജ് ചെയ്യുന്നുണ്ടാവും, ദെൻ പാർഷ്യലി സബ്മേർജ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടാവും. ദെൻ അതിൻ്റെ ഒരു പോണ്ടിൻ്റെ ഏരിയ അങ്ങനെ ടച്ച് ചെയ്തിട്ട് ഉള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഡ്ജിലുള്ള ട്രീസ് ഉണ്ടായിരിക്കാം, പ്ലാന്റ്സ് ഉണ്ടായിരിക്കാം. ദെൻ അതിലുള്ള ആനിമൽസ്, ഇൻസെക്ട്സ്, വേംസ്, അതുപോലെ തന്നെ ടാഡ്പോൾസ്, ഫ്രോഗ്സ്, ബേർഡ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, അതിലുള്ള പല ടൈപ്സ് ഓഫ് ഫിഷസ്, ഇതൊക്കെ ബയോട്ടിക് എൻവയോൺമെൻ്റ് ആണ് ആ ഒരു ഓർഗാനിസത്തെ സംബന്ധിച്ചിടത്തോളം. ഇനി ഡീകമ്പോസേഴ്സും ഉണ്ടാവും അല്ലേ, അതിൽ എന്തെങ്കിലും ഡെഡ് ആൻഡ് ഡീക്കേഡ് മാറ്റേഴ്സിനെ ഡിസോൾവ് ചെയ്യുന്ന ഡീകമ്പോസേഴ്സ്, അതിനെ സാപ്രോട്രോപ്സ് എന്ന അല്ലെങ്കിൽ ബാക്ടീരിയാസ് ആയിരിക്കാം, ഫംഗസ് ആയിരിക്കാം. സാപ്രോട്രോപ്സ് എന്ന് വിളിക്കും കേട്ടോ ഡീകമ്പോസേഴ്സിനെ. ഓക്കെ, അത് ബാക്ടീരിയാസ് ആയിരിക്കാം അല്ലെങ്കിൽ ഫംഗസ് ആയിരിക്കാം, അങ്ങനെ പലതും ആയിരിക്കും. അപ്പോൾ ഇതാണ് ഒരു ഓർഗാനിസത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എൻവയോൺമെൻറ്റ്, ഒരു പോണ്ടിലുള്ള ഓർഗാനിസത്തിനെ സംബന്ധിച്ചിടത്തോളം കേട്ടോ. ഇനി ഇതൊരു എക്കോസിസ്റ്റം ആയിട്ടും നമുക്ക് പറയാം. അപ്പോൾ എക്കോസിസ്റ്റം എന്നുള്ള കാര്യം നമ്മൾ സെക്കൻഡ് യൂണിറ്റിലാണ് പഠിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറയുന്നില്ല, ഐ വിൽ ഡിസ്കസ് ലേറ്റർ. ഇനി റേഞ്ച് ഓഫ് ടോളറൻസ് എന്ന് പറയുമ്പോൾ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഒരു എപ്പോഴും ഒരുപോലെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരുപോലെയുള്ളതാണോ? അല്ല, ഇറ്റ്സ് നോട്ട് സ്റ്റാറ്റിക്. അതിനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അല്ലേ. ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന അതിനെപ്പോഴും ഒരു കണ്ടിന്യൂസ് ചേഞ്ച് അല്ലേ, പുതിയ ഏതെങ്കിലും ഒരു ഓർഗാനിസം അവിടേക്ക് വരാം, അതല്ലെങ്കിൽ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്ലാന്റ്സോ അതല്ലെങ്കിൽ എന്താണ് ആനിമൽസോ ഇല്ലാതെ ആയിപ്പോവും. അപ്പോൾ എപ്പോഴും ഒരു ഫ്ലക്ച്വേഷൻ അവിടെ സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള, അതിനെ അഡോപ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ടോളറേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഇതിനെയാണ്, സെർട്ടൻ റേഞ്ചിനെയാണ് റേഞ്ച് ഓഫ് ടോളറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഓർഗാനിസംസ് ക്യാൻ ടോളറേറ്റ് ചേഞ്ചസ് ഇൻ എൻവയോൺമെൻറ്റ്. ഇങ്ങനെ സംഭവിക്കുന്ന പല ചേഞ്ചസ് നമ്മുടെ എൻവയോൺമെൻറ്റിൽ നടക്കും. ആ ഒരു അതിനായിട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ള, അതല്ലെങ്കിൽ അത് ടോളറേറ്റ് ചെയ്യാനുള്ള എന്നൊക്കെ പറയും, അതിനെയാണ് റേഞ്ച് ഓഫ് ടോളറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ എൻവയോൺമെൻറ്റിൽ വരുന്ന ചേഞ്ചസിനെ എന്താണ് നമുക്ക്
ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്ന ആ ഒരു റേഞ്ചിനെയാണ് റേഞ്ച് ഓഫ് ടോളറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു മൂവ് ഓൺ ദ ടോപ്പിക് കമ്പോണൻസ് ഓഫ് എൻവയോൺമെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻവയോൺമെൻറ്റിൽ 2 കൈൻഡ്സ് ഓഫ് കമ്പോണൻസ് ആണ് ഉള്ളത്, അബയോട്ടിക് ആൻഡ് ബയോട്ടിക്. ജീവനില്ലാത്തതും ജീവനുള്ളതും, അല്ലെങ്കിൽ നോൺ ലിവിങ് ആൻഡ് ലിവിങ് എന്ന് പറയാം. നോൺ ലിവിങ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പോണ്ടിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റിലുള്ള നമുക്ക് ചുറ്റും നോക്കിയാൽ അറിയാം, ലൈറ്റ്, അതുപോലെ തന്നെ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം, അത് മോയ്സ്ചർ ആയിരിക്കാം, അതല്ലെങ്കിൽ റെയിൻ ആയിരിക്കാം, സ്നോ ആയിരിക്കാം, അങ്ങനെ പലതരത്തിൽ നമ്മുടെ ആകാശത്ത് നിന്ന് താഴത്തേക്ക് കിട്ടുന്ന എല്ലാം അത് പ്രസിപ്പിറ്റേഷനാണ്. ദെൻ ഹ്യൂമിഡിറ്റി, വാട്ടർ, ടെമ്പറേച്ചർ, നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസ്, സീസണൽ ചേഞ്ചസ് ലൈക്ക് ഇപ്പോൾ സമ്മർ വരുന്നുണ്ട്, റെയിനി സീസൺ വരുന്നുണ്ട്, അങ്ങനെ ഉള്ള സീസണൽ ചേഞ്ചസ്, ദെൻ ടോപ്പോഗ്രഫി, ഇതെല്ലാം അബയോട്ടിക് കമ്പോണൻസ് ആണ്. അപ്പോൾ ഇനി ബയോട്ടിക് കമ്പോണൻസ് എന്തൊക്കെയായിരിക്കും? ഓഫ് കോഴ്സ് പ്ലാന്റ്സ്, ആനിമൽസ് എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് അസ് ലൈക്ക് ഹ്യൂമൻസ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മൈക്രോ ഓർഗാനിസംസ്, ഡീകമ്പോസേഴ്സ്, പാരസൈറ്റ്സ് എല്ലാം ഇതിൽ പെടുന്നുണ്ട്, ബയോട്ടിക് കമ്പോണൻറ്റിൽ പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഒരു ബയോട്ടിക് കമ്പോണൻറ്റിൻ്റെ ഒരു സർവൈവൽ കണ്ടീഷനാണ് എന്ന് പറയാം. അതായത് ഗ്രീൻ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടറും മിനറൽസും ഒക്കെ അബ്സോർബ് ചെയ്തിട്ടാണ് അത് അതിൻ്റെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലേ? അങ്ങനെയാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ആ ഒരു സർവൈവലിന് ആവശ്യമായിട്ടുള്ള ബയോട്ടിക് കമ്പോണൻസിനെയൊക്കെയാണ് ശരിക്കും ഫിസിക്കൽ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് എൻവയോൺമെൻ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഓർഗാനിസത്തിനെ സംബന്ധിച്ചിടത്തോളം ആക്ച്വലി എക്സ്റ്റേണൽ എൻവയോൺമെൻ്റ് ഉണ്ട്, ഇൻറ്റേർണൽ എൻവയോൺമെൻ്റ് ഉണ്ട്. എന്താണ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് റെഫേഴ്സ് ടു ഓൾ ദ ഫാക്ടേഴ്സ് ഔട്ട്സൈഡ് ആൻ ഓർഗാനിസം. അതായത് അതിൻ്റെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്ന, അതിൻ്റെ ആക്ടിവിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. അത് മേ ബി ബയോട്ടിക് ആവാം, അബയോട്ടിക് ആവാം, എന്തായാലും ദിസ് ഇൻക്ലൂഡ് ബോത്ത് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ്. അപ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള അതല്ലെങ്കിൽ അതിന് പുറത്തുള്ള കാര്യങ്ങളാണ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ വരുന്നത്. ഇനി ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് റെഫേഴ്സ് ദ കണ്ടീഷൻ എങ്ങനെയുള്ളതാണ് ഓർഗാൻസിൻ്റെ ബോഡിയിലുള്ളത്, അതായത് അതിൻ്റെ ഹോമിയോസ്റ്റാസിസ് അങ്ങനെ തുടങ്ങിയ നമ്മുടെ ബോഡിലി ചേഞ്ചസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന, മെയിൻറ്റെയിൻ ചെയ്യുന്ന അങ്ങനെയുള്ള നമ്മുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ആണ്. അതായത് ഓർഗാനിസംസ് ബോഡിയാണ് നമ്മുടെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ, അല്ലേ? എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ഉണ്ട്, ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ഉണ്ട്. ഇനി അതല്ലാതെ നമ്മളിപ്പോൾ ഒരു കോമൺ ആയിട്ട് നമുക്ക് ചുറ്റുമുള്ള എൻവയോൺമെൻറ്റ്, ഇപ്പോൾ ഒരു ഓർഗാനിസത്തിനെ സംബന്ധിച്ചിടത്തോളമാണ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞത്. അതല്ലാതെ ഇപ്പോൾ നമ്മൾ എൻവയോൺമെൻറ്റ് നോക്കുകയാണെങ്കിൽ, അല്ലേ, മാൻ മെയ്ഡ് ആയിട്ടുള്ളത് ഉണ്ടാവും, അതല്ലാതെ മാൻ മോഡിഫൈഡ് ആയിട്ടുള്ളത് ഉണ്ടാവും, നാച്ചുറൽ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഹ്യൂമൻ ക്രിയേറ്റ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും, അല്ലേ? ഇപ്പോൾ ക്രോപ്പ് ഫീൽഡ്സ് ഒന്നും ഓൾറെഡി എക്സിസ്റ്റിംഗ് അല്ല, നമ്മൾ നമ്മുടെ ആവശ്യത്തിന് അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അതുപോലെ ഇൻഡസ്ട്രിയൽ സ്പേസസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം എന്താണ് ഹ്യൂമൻ മോഡിഫൈഡ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ? ഹ്യൂമൻ മോഡിഫൈഡ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ ഉള്ള കാര്യങ്ങൾ തന്നെ ചെറിയ ചെറിയ ആൾട്രേഷൻസ് വരുത്തിയിട്ട്, ഹ്യൂമൻ ആക്ടിവിറ്റീസിലൂടെ ആയിരിക്കും ചെറിയ ചെറിയ ആൾട്രേഷൻസ്, മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അത് അതുപോലെ റിമൈൻ ചെയ്ത് കൊണ്ടുപോകുന്ന, എന്നാൽ അതിലെന്താണ് ഫുള്ളി ചേഞ്ചസ് ആയിരിക്കില്ല, ഒറിജിനൽ നാച്ചുറൽ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ടാവും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഹ്യൂമൻ മോഡിഫൈഡ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ മോഡിഫൈഡ് എൻവയോൺമെൻറ്റിലുള്ള എക്സാമ്പിൾസ് എന്തൊക്കെയായിരിക്കും? ഓർച്ചാർഡ്സ്, പ്ലാന്റേഷൻസ്, സാങ്ച്വറീസ്, പാർക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ തിരിച്ച്, അതായത് ഒരു മാറ്റവും വരുത്താതെ ഓൾറെഡി നാച്ചുറലി എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ആണ് നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ വരുന്നത്. അതായത് ഓഷ്യൻസ്, ലേക്സ് ആവട്ടെ, പോൺസ് ആവട്ടെ, റിവേഴ്സ്, ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്സ്, ഡെസേർട്ട്സ് എക്സെട്ര, ഇതൊക്കെ എന്തിലാണ് വരുന്നത്? നാച്ചുറൽ എൻവയോൺമെൻറ്റിലാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഹ്യൂമൻ മോഡിഫൈഡ് പറഞ്ഞു ആൻഡ് നാച്ചുറൽ എൻവയോൺമെൻറ്റ് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് ഹ്യൂമൻ മെയ്ഡ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ഹ്യൂമൻ മോഡിഫൈഡ് എന്താണ്? നാച്ചുറലി ഉള്ള എൻവയോൺമെൻറ്റിനെ തന്നെ
നമ്മൾ ചെറിയ ചെറിയ ആൾട്രേഷൻസ് ഒക്കെ വരുത്തി അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഹ്യൂമൻ മോഡിഫൈഡ്. അപ്പോൾ ഹ്യൂമൻ മെയ്ഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അവിടെ ഇല്ല, നാച്ചുറലി എക്സിസ്റ്റ് ചെയ്യുന്നില്ല, എന്നാൽ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത ചില സ്പേസസ് ആണ്. അതായത് എൻറ്റയർലി ഇറ്റ്സ് കൺസ്ട്രക്റ്റഡ് ബൈ ഹ്യൂമൻസ്, ലൈക്ക് ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ സിറ്റീസ്, ടൗൺസ്, ക്രോപ്പ് ഫീൽഡ്സ്, ആർട്ടിഫിഷ്യൽ ലേക്സ്, ഡാംസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ക്രോപ്പ് ഫീൽഡ്സ് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. അതെപ്പോഴും പലർക്കും കൺഫ്യൂസിങ് ആവുന്ന, കാരണം നേച്ചറിലുള്ള ഉള്ളത് ക്രോപ്പ് ഫീൽഡ്സ് ഓൾറെഡി നമ്മളത് അവിടെയുള്ള എക്സിസ്റ്റിംഗ് ഫാക്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ എന്താണ് കൾട്ടിവേഷൻ ചെയ്യുന്നത്. അങ്ങനെയല്ല, അവിടെ ഓൾറെഡി ഉള്ള ഒരു എക്കോസിസ്റ്റത്തിന് ചിലപ്പോൾ നമ്മൾ എന്തായിരിക്കാം അതിനെ നമ്മൾ മാറ്റിയിട്ട് നമ്മുടെ അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നമ്മൾ ഒരു ഏരിയ ഉണ്ടാക്കിയെടുക്കുകയാണ് അല്ലേ, ക്രോപ്പ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതെന്താണ്, ഹ്യൂമൻ മെയ്ഡ് എൻവയോൺമെൻറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് ടൈപ്സ് ഓഫ് എൻവയോൺമെൻറ്റിൽ പറയാനുള്ളത്. ഒരു ഓർഗാനിസത്തിനെ സംബന്ധിച്ചിടത്തോളം എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ പറഞ്ഞു. ഇനി അതല്ലാതെ നാച്ചുറൽ ഉണ്ട്, ഹ്യൂമൻ മോഡിഫൈഡ് ഉണ്ട്, ഹ്യൂമൻ മെയ്ഡ് ഉണ്ട്. ഇതിനുള്ള എക്സാമ്പിൾസ് നിങ്ങൾ നിർബന്ധമായിട്ടും ടെക്സ്റ്റിലുള്ളത് പഠിച്ചിരിക്കണം. യു ക്യാൻ എക്സ്പെക്ട് MCQ ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ടോപ്പിക്. ഓക്കെ, അതായത് ഈ ഒരു നാച്ചുറൽ ആണോ, ഹ്യൂമൻ മോഡിഫൈഡ് ആണോ, ഹ്യൂമൻ മെയ്ഡ് ആണോ എന്ന് ചോദിക്കുന്ന പോലെ എപ്പോഴും ഹ്യൂമൻ മെയ്ഡ് ആൻഡ് ഹ്യൂമൻ മോഡിഫൈഡ് തമ്മിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന രീതിയിലായിരിക്കും. ലൈക്ക് ഓർച്ചാർഡ്സ് വരാം, അല്ലെങ്കിൽ പ്ലാന്റേഷൻസ് വരാം. അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റേഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇൻഡസ്ട്രീസ് എന്നുള്ളതായിട്ട് കണക്ട് ചെയ്തിട്ട് അത് ഹ്യൂമൻ മെയ്ഡ് ആണ് എന്ന് തെറ്റിച്ച് വെക്കരുത്. പ്ലാന്റേഷൻസ് ആർ ഹ്യൂമൻ മോഡിഫൈഡ് എൻവയോൺമെൻറ്റ്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു ടൈപ്സ് ഓഫ് എൻവയോൺമെൻറ്റിൽ പറയാനുള്ളത്. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് എൻവയോൺമെൻറ്റ് ഫോർ ലൈഫ്. എൻവയോൺമെൻറ്റ് എന്നുള്ളത് നമുക്ക് എത്രത്തോളം നമ്മുടെ എക്സിസ്റ്റൻസിന് പ്രാധാന്യമുള്ളതാണ് അല്ലേ. എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഓൺലി സോഴ്സ് ദാറ്റ് പ്രൊവൈഡ് ലൈഫ് സപ്പോർട്ടിങ് എലമെൻറ്റ്സ്. അതായത് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ എയർ വേണം, നമ്മുടെ ബേസിക് നീഡായിട്ടുള്ള ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, ഇതൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, എൻവയോൺമെൻറ്റ് ആണ്. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഹൗസസ് ആയിക്കോട്ടെ, ഇതൊക്കെ എവിടെയാണ് ഉള്ളത്, എൻവയോൺമെൻറ്റിലാണ് ഉള്ളത് അല്ലേ. ഒരു ലാൻഡ് എന്നുള്ള ആ ഒരു ഇതിലാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഓൾറെഡി ഉള്ളതായിട്ടുള്ള കേവ്സ് ആവട്ടെ, അതല്ലെങ്കിൽ കേവ്സ് എന്ന് പറയുമ്പോൾ അത് റോക്കിൻ്റെ അവിടെ രൂപപ്പെടുന്നതാണ് അല്ലേ, കേവ്സ് ആവട്ടെ, അല്ലെങ്കിൽ ട്രീ ഹോൾസ് ആവട്ടെ, വാട്ടെവർ, ഇതൊക്കെ ഉള്ളത് എവിടെയാണ്, എൻവയോൺമെൻറ്റിലാണ്. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട എല്ലാ ലൈഫ് സപ്പോർട്ടിങ് എലമെൻറ്റ്സും പ്രൊവൈഡ് ചെയ്യുന്നത് എൻവയോൺമെൻറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന എയർ, ഇത് അറ്റ്മോസ്ഫിയറിലാണ് ഉള്ളത് അല്ലേ. എല്ലാ ലിവിങ് തിങ്സിനും വേണ്ട ബ്രീത്ത് ചെയ്യാൻ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. കാരണം അത് നമ്മുടെ സർവൈവലിന് തന്നെ വേണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം അടങ്ങിയിട്ടുള്ളത് എന്താണ്, എൻവയോൺമെൻറ്റിലാണ്. അപ്പോൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് എൻവയോൺമെൻറ്റ് ആണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ടോപ്പിക്ക് ഇനി നമ്മുടെ ഹ്യൂമൻ എൻവയോൺമെൻറ്റ് റിലേഷൻഷിപ്പാണ് പറയുന്നത്. നമ്മളും എൻവയോൺമെൻറ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. അപ്പോൾ ഇതിൻ്റെ പല അപ്രോച്ചസ് ആണ് ശരിക്കും നമുക്കിതിൽ പഠിക്കാനുള്ളത്. വാരിയസ് അപ്രോച്ചസ് ടു ഹ്യൂമൻ എൻവയോൺമെൻറ്റ് റിലേഷൻഷിപ്പ്. അപ്പോൾ അതിൽ ഈ അപ്രോച്ചസ് ഓരോന്നും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഡിറ്റർമിനൻസും പോസിബിൾസും ഇതൊക്കെ ആര് ഡെവലപ്പ് ചെയ്തത് എന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഡിറ്റർമിനിസമാണ്. ഡിറ്റർമിനിസം അതായത് ഇപ്പോൾ ഒരു പരിസ്ഥിതി നിർണയം എന്നൊക്കെ പറയാം, എൻവയോൺമെൻറ്റൽ ഡിറ്റർമിനിസം. അതായത് പരിസ്ഥിതിയാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, ഇതാണ് എല്ലാം നിർണ്ണയിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഈ ഒരു അപ്രോച്ച് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്രോച്ച് ഡെവലപ്പ് ചെയ്തത് ജർമ്മൻ ജിയോഗ്രാഫർ ആയിട്ടുള്ള റാറ്റ്സലാണ്. ഓക്കെ, ദെൻ ഇത് ഫർദർ ആയിട്ട് എക്സ്പാൻഡ് ചെയ്ത് എൽസ്വർത്ത് ഹണ്ടിങ്ടൺ ആണ്. അപ്പോൾ റാറ്റ്സലും ഹണ്ടിങ്ടണുമാണ് ഡിറ്റർമിനിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ആ ഒരു പേര് ഇതിൻ്റെ കൂടെ ഓർത്ത് വെക്കണം. ഇതാരാണ് ഡെവലപ്പ് ചെയ്തത് എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിറ്റർമിനിസം എന്നുള്ള ഈ ഒരു അപ്രോച്ച് എന്ത് കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണെന്ന് വെച്ചാൽ നാച്ചുറൽ കൺട്രോൾ ഹ്യൂമൻ
എന്നുള്ള രീതിയിലാണ്. നമ്മൾ മനുഷ്യന്മാരെ കൺട്രോൾ ചെയ്യുന്നത് നാച്ചറാണ്. എർത്ത് മെയ്ഡ് ഹ്യൂമൻ, അതായത് നമ്മൾ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് മെയ്ഡ് ബൈ എർത്ത്. നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്താണ്, പ്രകൃതിയാണ് അല്ലെങ്കിൽ ഭൂമിയാണ് എന്നുള്ള ഈ ഒരു ആശയമാണ്. ഭൂമി നിർമ്മിച്ച മനുഷ്യൻ എന്നുള്ള ഒരു രീതിക്കാണ് ഇത് പോകുന്നത്. അക്കോർഡിംഗ് ടു ദിസ് അപ്രോച്ച് ഹ്യൂമൻ ബീയിങ് ഇസ് ലാർജ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ നേച്ചർ. നമ്മളെല്ലാ കാര്യം കൊണ്ടും നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത് നേച്ചർ എന്നുള്ള ഒരു വലിയ ഒരു എന്താണ് തിങ്ങിനോടാണ്. കാരണം നമ്മുടെ ഓരോ കാര്യങ്ങളും ഡിറ്റർമൈൻ ചെയ്യുന്നത് നാച്ചറാണ് എന്നതാണ് പറയുന്നത്. ഓക്കെ, അതായത് നാച്ചുറൽ എൻവയോൺമെൻ്റ് ആണ് നമ്മുടെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾക്കും, ഇപ്പോൾ ഫിസിക്കലാവട്ടെ, ലൈക്ക് ഹെൽത്ത്, വെൽബീയിങ്, അതുപോലെ എക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ, എത്തിക്കൽ, എസ്തെറ്റിക്, എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെയും ഡൊമിനേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും എല്ലാം നമ്മുടെ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് ആണ് എന്നാണ് ഇവിടെ പറയുന്നത്, അല്ലേ? അതൊരു കണക്കിന് ആലോചിച്ച് കഴിഞ്ഞാൽ ശരിയാണ്. കാരണം ഇപ്പോൾ പല നാച്ചുറൽ കാലമിറ്റീസും വരുമ്പോൾ നമ്മുടെ എല്ലാം ഇല്ലാതെയായി പോകുന്നുണ്ട്, അല്ലേ? അപ്പോൾ അവിടെ ആ ഒരു നാച്ചുറാണ് ശരിക്കും ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ള. അപ്പോൾ ഇതെല്ലാം ശരിക്കും നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള നാച്ചുറൽ തന്നെയാണ് എന്ന് പറയാം. അപ്പോൾ ഡിറ്റർമിനിസം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് വി ആർ going to move to the second approach, possibilism. ഇത് കോയിൻ ചെയ്തത് ഫ്രഞ്ച് ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള ലൂസിയൻ ഫെബ്രെ ആണ്. ഈ ഒരു പേര് നിങ്ങൾ മറക്കരുത്, ലൂസിയൻ ഫെബ്രെ. ഫെബ്രുവരി എന്നൊക്കെ ഓർത്ത് വെച്ചാൽ മതി. പോസിബിളിസം. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് ഹ്യൂമൻ എൻവയോൺമെൻറ്റ് റിലേഷൻഷിപ്പാണ് പോസിബിളിസം എന്ന് പറയുന്നത്. ഈ ഒരു അപ്രോച്ചിൽ ഹ്യൂമൻ എൻവയോൺമെൻറ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ശരിക്കും. കാരണം ഇതിൽ നേരത്തെ നമ്മൾ പഠിച്ചതിൻ്റെ ഓപ്പോസിറ്റാണ് എന്ന് പറയാം. അതിൽ പറയുന്നത് എന്താണ്, കംപ്ലീറ്റ്ലി നമ്മുടെ ഒരു ഹ്യൂമൻ എങ്ങനെയാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് എന്നുള്ള ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്, എൻവയോൺമെൻ്റ് ആണ്, അല്ലേ? എർത്ത് മെയ്ഡ് ഹ്യൂമൻ എന്നാണ് പറയുന്നത് അതിൽ. എന്നാൽ ഇത് അതിനുള്ളൊരു ക്രിറ്റിസിസമാണ് ഈ പോസിബിളിസം എന്ന് പറയുന്നത്. പോസിബിളിസം ഇൻഡിക്കേറ്റ്സ് ദ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് ഇസ് പാസീവ് ആൻഡ് ഹ്യൂമൻ ബീയിങ് ഇസ് ആക്റ്റീവ് ഏജൻറ്റ്. അതായത് നമ്മുടെ ചുറ്റുമുള്ള ഫിസിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് പാസീവാണ്, അതല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്ന. ഒരുപാട് സാധ്യതകളുണ്ട്, അത് ഹ്യൂമൻ ബീയിങ് ആണ് അതിനെ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അവിടെയാണ് എന്താണ് എൻവയോൺമെൻറ്റൽ പോസിബിലിറ്റീസ് ഉള്ളത് എന്നാണ്. ഒരു വൈഡ് റേഞ്ച് ഓഫ് പോസിബിലിറ്റീസ് നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഉണ്ട്. അതിനെ ആക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത് ആരാണ്, ഹ്യൂമൻ ബീയിങ്സ് ആണ്. അങ്ങനെയാണ് പോസിബിളിസം പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്നിരുന്നാലും പോസിബിലിറ്റീസ് ഇവരെന്ത് പറയുന്നുണ്ട്, പോസിബിലിസ്റ്റസ്. ഓക്കെ, അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി ഹ്യൂമൻ്റെ കൺട്രോളിൽ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അത് എപ്പോഴും നമ്മളിപ്പോൾ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ കൺട്രോളിലാണ് എന്ന് പറയാൻ പറ്റില്ല. അത് എന്നെ ഫുള്ളി കൺട്രോൾ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ശരിക്കും ഹ്യൂമനില്ല. അപ്പം നമ്മൾ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ വരുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റീസെൻ്റ് ആയിട്ട് നടന്ന ചൂരൽമലയിലെ ഇൻസിഡൻറ്റ്, അല്ലേ? നമുക്ക് അതിനെ എന്തെങ്കിലും കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ തടയാനോ നമുക്ക് കഴിഞ്ഞോ? ഇല്ല, അല്ലേ? പ്രകൃതിയിൽ സംഭവിക്കുന്ന അവിടെ സംഭവിച്ചു, നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ പറ്റി. ദെൻ ഇനി ഇങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഒരു കോപ്പറേഷൻ വേണം. നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് എന്ത് വേണം, എപ്പോഴും നാച്ചുറലായിട്ടൊരു കോപ്പറേഷൻ വേണം, അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഇൻട്രാക്ഷൻ വേണം. അപ്പോഴാണ് നല്ല രീതിക്ക് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. അതല്ലാതെ പ്രകൃതിയല്ല മൊത്തമായിട്ട് തീരുമാനിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പോസിബിളിസം പോകുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് എൻവയോൺമെൻറ്റലിസമാണ്. ഈ 3 അപ്രോച്ചാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. എൻവയോൺമെൻറ്റലിസം എന്ന് പറയുമ്പോൾ അത് ഒരു എക്കോളജിക്കൽ അപ്രോച്ച് എന്നുള്ള പേരും ഇതിനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ എൻവയോൺമെൻറ്റലിസം എന്ന് പറയുമ്പോൾ പരിസ്ഥിതിവാദം അല്ലെങ്കിൽ അതിനോടുള്ളൊരു ഇഷ്ടത്തോടെയുള്ള ഒരു സമീപനമാണ്. ഇതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കോളജിയാണ് ഇത് ഫോളോ ചെയ്യുന്നത്. എക്കോളജി മീൻസ് ദ സ്റ്റഡി ഓഫ് മ്യൂച്വൽ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ഓർഗാനിസം ആൻഡ് ഫിസിക്കൽ എൻവയോൺമെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ റിലേറ്റഡ് ആയിട്ട് ഈ ഒരു അപ്രോച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് നേച്ചർ.
അതല്ലെങ്കിൽ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് എൻവയോൺമെൻറ്റ് എന്നുള്ളതാണ്. കാരണം ഇതിനെങ്ങനെ പരിപാലിച്ച് കൊണ്ടുപോകുന്നത് ആരാണ്? മനുഷ്യന്മാരാണ് അല്ലേ? അതിനെ പരിപാലിച്ച് കൊണ്ടുപോകുന്നു, അതിന് വേണ്ട രീതിയിൽ നല്ല രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ആരാണ്? ഹ്യൂമൻ ബീയിങ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് മോസ്റ്റ് സ്കിൽഡ് ആൻഡ് ഇൻ്റലിജൻറ്റ് ആൻഡ് യുണീക്ക് ആയിട്ടുള്ള റോളാണ് ശരിക്കും നമ്മുടെ നാച്ചുറൽ എൻവയോൺമെൻറ്റിനെ ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ, അതുപോലെ തന്നെ ഹെൽത്തി ആക്കി വെക്കുന്നതിൽ, പ്രൊഡക്റ്റീവ് ആക്കി വെക്കുന്നതിൽ, ഇതിലൊക്കെ ഹ്യൂമൻ ബീയിങ്സിന് വലിയൊരു പങ്കാണ് ഉള്ളത് എന്നാണ് ഈ ഒരു അപ്രോച്ച് പറയുന്നത്. അതുമാത്രമല്ല ഇപ്പോൾ നാച്ചുറൽ റിസോഴ്സസിനെ യൂസ് ചെയ്യുന്നതും അതുപോലെ അതിൻ്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനും ദെൻ എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റും പോളിസീസ് സ്ട്രാറ്റജീസ് ഇതൊക്കെ എന്താവണം? ഒരു വിവേകത്തോടെ ഉള്ളതായിരിക്കണം. ഇതിൻ്റെ ഉപയോഗത്തിന് നമ്മൾ എന്ത് ചെയ്യണം? നിയന്ത്രിക്കണം. എങ്കിലാണ് അത് നല്ല രീതിയിൽ പോകാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ ഈ ഒരു എൻവയോൺമെൻറ്റലിസത്തിൽ പറയുന്നുണ്ട്. ആൻഡ് ഒരു എക്കോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബെസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന്. അതായത് സുസ്ഥിര വികസനം എന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നമുക്ക് ഇതിൽ തന്നെ പഠിക്കാനുണ്ട് കേട്ടോ, കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട്. അതായത് അതിനൊക്കെ വേണ്ടത് എന്താണ്? നമ്മൾ പ്രകൃതിയെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അതിനെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണ് ശരിക്കും വേണ്ടത്. അപ്പോഴാണ് നല്ലൊരു രീതിയിലുള്ളൊരു ലൈഫ് പോസിബിൾ ആകുകയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു പ്രൊട്ടക്ഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറയാം. ആ ഒരു നല്ല രീതിയിലുള്ള മെയിൻറ്റെയിനിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതാണ് എൻവയോൺമെൻറ്റലിസത്തിൽ വരുന്നത്. ഇനി കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, SD എന്നൊക്കെ ഷോർട്ടാക്കിയിട്ട് പറയും, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററിയെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കണം. അപ്പോഴാണ് ശരിക്കും നമുക്കിത് എവിടെ നിന്നാണ് വന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് വരാൻ കാരണം എന്ന് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ 18th and 19th സെഞ്ചുറിയോട് കൂടി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നു അല്ലേ? അപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നപ്പോൾ ഒരുപാട് യന്ത്രവൽക്കരണം, അതിൻ്റെ ഫലമായിട്ട് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ഒരുപാട് ഉണ്ടാവാൻ തുടങ്ങി. കാരണം ഫുള്ളൊരു എക്കണോമിക് ബെനിഫിറ്റിൻ്റെ പിന്നാലെ ആയിരുന്നു ലോകമെന്ന് പറയാം, ഗ്ലോബലി നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഒരുപാട് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ഉണ്ടായി. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് UN ഒരു കോൺഫറൻസ് വെക്കുകയാണ് ചെയ്യുന്നത്. ദെൻ അതിൽ ഓക്കെ ഈ ഇഷ്യൂസിനെ നമ്മൾ കാര്യമായിട്ട് എടുക്കേണ്ടതുണ്ട് എന്നുള്ള രീതിയിൽ ഇതിനെക്കുറിച്ച് പഠിക്കാനും അന്വേഷിക്കാനും വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ ഏർപ്പെടുത്തുകയാണ്. ബ്രൺലൻ കമ്മീഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്രൺലൻ കമ്മീഷൻ എന്ത് ചെയ്യുകയാണ്? ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് പഠിച്ച്. അപ്പോൾ ബ്രൺലൻ കമ്മീഷൻ എന്ന പേര് വരാനൊക്കെ കാരണമുണ്ട് കേട്ടോ. കാരണം ഈ ഒരു കമ്മീഷൻ ചെയർഡായിട്ടുണ്ടായിരുന്നത് മുൻ നോർവേ പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന ഗ്രോ ഹാർലം ബ്രൺലാൻഡ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ബ്രൺലൻ കമ്മീഷൻ എന്ന പേര് വന്നത്. ഇവർ ഇത് പഠിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി ആ കോമൺ ഫ്യൂച്ചർ എന്നുള്ള രീതിയിൽ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദ കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വാസ് ഫോർമലി ഡിഫൈൻഡ് ഇൻ ദിസ് റിപ്പോർട്ട് വിച്ച് ടൈറ്റിൽഡ് അവർ കോമൺ ഫ്യൂച്ചർ. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത് ഇത് പബ്ലിഷ് ചെയ്ത എന്താണ്? വേൾഡ് കമ്മീഷൻ ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ അണ്ടറിലാണ്. ആരാണ് ഈ ഒരു കമ്മീഷന്? ഏതായിരുന്നു? ബ്രൺലൻ കമ്മീഷന്. ഓക്കെ, അതിൻ്റെ ഇത് ചെയർഡായിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കമ്മീഷൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഗ്രോ ഹാർലം ബ്രൺലാൻഡ് ആണ്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ബ്രൺലൻ കമ്മീഷനാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള ഈ ഒരു ഇതിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? മീറ്റിംഗ് ദ നീഡ് ഓഫ് പ്രസൻറ്റ് ജനറേഷൻ വിതൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ് എന്നുള്ളതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നോക്കി വെക്കണം. കാരണം ഈ ഡെഫിനിഷനും മേ ബി MCQയിൽ പല രീതിക്ക് വരാം. അപ്പോൾ നിങ്ങൾ ആ ഒരു എന്താണ് ഇതിൻ്റെ ഡെഫിനിഷൻ എന്നുള്ളത് നന്നായിട്ട് നോക്കി വെക്കണം എന്ന് തന്നെ പറയും. അതായത് ഭാവി തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു ഇതിൽ ഒരു എബിലിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ പ്രസൻറ്റ് ജനറേഷൻ്റെ നീഡ്സും എന്ത് ചെയ്യണം? മീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് പ്രസൻറ്റ് ജനറേഷൻ എങ്ങനെയാണ്? വിതൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻസ് എന്നാണ് പറയുന്നത്. അവരുടെ ഫ്യൂച്ചർ ജനറേഷൻ്റെ നീഡ്സിനെ മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റിയിൽ ഒരു കോംപ്രമൈസും ഉണ്ടാവാൻ പാടില്ല. എന്ന് വെച്ചാൽ നമ്മുടെ നീഡ്സൊക്കെ നമ്മൾ അവിടെ വെച്ച് ഫുള്ള് ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി കൺസേർവ് ചെയ്യാനാണോ അവിടെ പറയുന്നത്? അല്ല.
മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് പ്രസൻറ്റ് ജനറേഷൻ എന്നും അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ ശരിക്കും ഒരുപാട് ഡിബേറ്റ്സിന് കാരണമായിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിലുള്ളൊരു കാര്യം നീഡ് എന്താണ് എന്ന് പറയുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ ഈ ഒരു this definition of sustainable development initiated a lot of debates and അതിനുള്ള കാരണത്തിൽ ചിലതെന്ന് പറയുന്നത് the term need and development was not been ഡിഫൈൻ പ്രോപ്പർലി. ഇതെന്താണെന്ന് ആ ഒരു റിപ്പോർട്ടിൽ പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ലായിരുന്നു. അത് മാത്രമല്ല, നീഡ് എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു യൂണിവേഴ്സിൽ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റിയ കാര്യമല്ല. ഇറ്റ്സ് വാരിയസ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ആൻഡ് പേഴ്സൺ ടു പേഴ്സൺ. ഇപ്പം നമ്മൾ എല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്. ഇപ്പോൾ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും എല്ലാവരും അല്ലേ, നമുക്ക് ഓരോരുത്തർക്കും ഉള്ള നീഡ് എന്ന് പറയുന്ന ഒന്നായിരിക്കില്ല, അത് പലതായിരിക്കും അല്ലേ. അതുപോലെ തന്നെ ഓരോ ഏരിയയിലും എക്സിസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കുമുള്ള നീഡ് അതും പലതായിരിക്കും. അപ്പം നീഡ് എന്നുള്ളതിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നുണ്ടല്ലോ, പ്രസൻറ്റ് ജനറേഷൻ്റെ നീഡ് മീറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഫ്യൂച്ചർ ജനറേഷൻ്റെ നീഡിന് ആ ഒരു എബിലിറ്റിയെ അവിടെ കോംപ്രമൈസ് ചെയ്യുകയും ചെയ്യരുത്. അപ്പോൾ ഫ്യൂച്ചർ ജനറേഷൻ്റെ നീഡ് എന്ന് പറയുന്നത് എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോ ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഓരോ ഏരിയയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നീഡ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കൺസർവേഷനൊന്നും അവിടെ പോസിബിൾ അല്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ നീഡിനെ ഡെവലപ്മെൻറ്റിനൊക്കെ അവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ അവിടെ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റും എന്താണ് പ്രോപ്പർലി ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു, നീഡും ഡെവലപ്മെൻറ്റും. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഡെഫിനേഷൻ വന്നിട്ടുള്ള റിപ്പോർട്ടിൽ. ഓക്കെ, ഇതാണ് റിപ്പോർട്ട്, അവർ കോമൺ ഫ്യൂച്ചർ എന്നുള്ള അല്ലെങ്കിൽ ബ്രണ്ട്ലൻ റിപ്പോർട്ടിൽ. ദെൻ ഹാമൻ ഡാലി എക്കോളജിക്കൽ എക്കണോമിസ്റ്റ് പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഓക്സിമറോൺ പോലെയാണ്. എന്താണ് ഓക്സിമറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ്സ് എ ഫിഗർ ഓഫ് സ്പീച്ച് ദാറ്റ് കമ്പെയിൻസ് ടു യൂഷ്വലി കോൺട്രഡിക്ടറി ടേംസ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോഫ്റ്റ് ആൻഡ് ഹാർഡ് അതൊരിക്കലും അല്ല, സോഫ്റ്റ് ആൻഡ് റഫ് അതൊരിക്കലും ഒരുമിച്ച് വരില്ല അല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്. കൺസർവേഷൻ ഡെവലപ്മെൻറ്റും അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഡെവലപ്മെൻറ്റും എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എന്താണ് ഒരു കോൺട്രഡിക്ടറി ആണ്. കാരണം ഇത് രണ്ടും ഇപ്പോൾ ഒന്ന് നോക്കുകയാണെങ്കിൽ ഒന്ന് അവിടെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ള പോലെ. അതായത് മധുരവും കയ്പും ഒരുമിച്ച് വരില്ലല്ലോ, അതുപോലെയാണ് ഓക്സിമറോൺ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് കേട്ടോ, രണ്ടും വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ടേംസിനെ കമ്പൈൻ ചെയ്ത് പറയുന്ന ആ ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ് ഓക്സിമറോൺ എന്ന് പറയുന്നത്. അതിന് ആ ഒരു യൂസിനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ് എന്നാണ് ഹെർമൻ ഡാലി, എക്കോളജിക്കൽ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ഹെർമൻ ഡാലി പറയുന്നത്. ഓക്കെ, ഇനി സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്റ്റൈനബിലിറ്റി ഇസ് ദ കപ്പാസിറ്റി ടു എൻഡ്യൂർ. ഇത് ശരിക്കും ലാറ്റിൻ വേർഡിൽ നിന്നാണ് കേട്ടോ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. സസ്റ്റെയിനർ എന്ന് പറഞ്ഞാൽ ടു ഹോൾഡ് അല്ലെങ്കിൽ അപ്പ് എന്നുള്ള രീതിയിലാണ് എന്താ ഈ ഒരു സസ്റ്റെയിനബിൾ എന്നുള്ള ഈ ഒരു വേർഡിൻ്റെ റൂട്ട് വേർഡ്സ് ആയിട്ടുള്ള ലാറ്റിൻ വേർഡ്സ് ആയിട്ടുള്ള സസ്റ്റെയിനർ വരുന്നത്. ഓക്കെ, അതും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഈ ഒരു ക്വസ്റ്റ്യൻ, ഇത് എവിടെ നിന്നാണ് വന്നത് എന്നുള്ളതൊക്കെ. ഓക്കെ, ഇനി ഡിക്ഷണറി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സസ്റ്റെയിനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളതിൻ്റെ ഒരു മീനിങ് വരുന്നത്, ഡിക്ഷണറീസ് പ്രൊവൈഡ് മോർ മീനിങ്സ് ലൈക്ക് മെയിൻറ്റെയിൻ, സപ്പോർട്ട്, എൻഡ്യൂർ അങ്ങനെയുള്ള രീതിയിലാണ് ശരിക്കും. അതായത് അതിനെ പിന്തുണയ്ക്കുക, നിലനിർത്തുക അങ്ങനെയുള്ള രീതിയിലാണ് ഇതിൻ്റെ അർത്ഥങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞ ഇറ്റ്സ് എ പ്രോസസ് വിച്ച് ക്യാൻ ബി കണ്ടിന്യൂഡ് എന്ന് പറയാം. അതായത് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഡിപ്ലീറ്റിംഗ് ദ റിസോഴ്സ് ബേസ് ഓൺ വിച്ച് ഇറ്റ് ഡിപ്പെൻഡ്സ് എന്നുള്ളതാണ്. അതായത് ഇവിടെ ശരിക്കും അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ റിസോഴ്സസ് എന്ന് പറയുന്നത് ഡിപ്ലീറ്റ് ചെയ്യാതെ നമുക്ക് ഡെവലപ്മെൻറ്റ് പോസിബിൾ അല്ല അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഒരു സസ്റ്റൈനബിലിറ്റി എന്നുള്ളത് കൊണ്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ്, അതെങ്ങനെയാണ് ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻസ് ഒന്നും വരാതെ എന്നാൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുമുള്ള ഒരു പ്രോസസ്സിനെയാണ് ശരിക്കും പറയുന്നത്. ഓക്കെ, സുസ്ഥിരമായിട്ടുള്ള വികസനം, അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഇതിൻ്റെ ഡെഫിനിഷനിൽ തന്നെ പ്രസൻറ്റ് ജനറേഷനെ നീഡ്സ് മീറ്റ് ചെയ്യുന്നതോടൊപ്പം എന്ത് ചെയ്യണം, ഫ്യൂച്ചർ ജനറേഷനെ നീഡ് മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റിയിൽ ഒരു കോംപ്രമൈസ് ചെയ്യാതെയും ഇരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്
പല രീതിയിൽ ഇപ്പോൾ എക്കോളജിക്കലായിട്ടും എക്കണോമിക്കലായിട്ടും സോഷ്യലായിട്ടും കൾച്ചറലായിട്ടും പല ഡയമെൻഷൻസും ഈ ഒരു സസ്റ്റൈനബിലിറ്റിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇതിന് പല രീതിയിലുള്ള ആൾട്ടർനേറ്റീവ് ഡയമെൻഷൻസും ഉണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ്ലി എൻവയോൺമെൻറ്റ് ബേസ്ഡ് ആയിട്ട് മാത്രമല്ല ഇത് വരുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ല, ഒന്നും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാനില്ല. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അതിന് ഇതല്ലാതെ വേറെയും ഡയമെൻഷൻസ് ഉണ്ട്. അതാണ് എക്കോളജിക്കൽ, എക്കണോമിക്കൽ, സോഷ്യൽ, കൾച്ചറൽ എന്നൊക്കെ ഇവിടെ പറയുന്നത്. അത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ശരിക്കും ഒരുപാട് ഡിസ്കഷനും ഡിബാറ്റിനും ഒക്കെ കാരണമായിട്ടുണ്ട്. കാരണം ഇതിങ്ങനെ ഒരു സ്പ്ലിറ്റ് വരുന്നത് ഇതിലെ പല ഡയമെൻഷൻസ് ഒക്കെ. ദെൻ ഒരുപാട് കോൺഫറൻസുകളും ഒക്കെ ഇതിൻ്റെ മേലിൽ തന്നെ നടന്നിട്ടുണ്ട്. അതിലൊന്നാണ് റിയോ സുമ്മിറ്റ് അല്ലെങ്കിൽ സുമ്മിറ്റ് എന്നൊക്കെ പറയുന്ന 1992 റിയോ ഡി ജനാരിയോയിൽ നടന്നിട്ടുള്ള സുമ്മിറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ട് നടന്ന കോൺഫറൻസുകളാണ്, UN കോൺഫറൻസുകൾ, യുണൈറ്റഡ് നാഷൻ കോൺഫറൻസുകളാണ്. അപ്പോൾ ഇവിടെ ശരിക്കും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൽ 3 ഇമ്പോർട്ടൻറ്റ് ഡിസിപ്ലിൻസ് ആണ് ഇതിലുള്ളത് എന്ന് പറയാം. അതിനെ പില്ലേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നും പറയും. അപ്പോൾ എന്തൊക്കെയാണ് ആ പില്ലേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ ഫസ്റ്റ് പില്ലർ എന്ന് പറയുന്നത് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി ആണ്. ഓക്കെ, അതായത് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അല്ലേ. അതായത് ഇപ്പോൾ ഇക്വിറ്റബിൾ ആയിട്ടുള്ള അത് ജോബ്സ് ആവട്ടെ, ഇൻകം ആവട്ടെ, അതിലൊക്കെ ഒരു ഇക്വിറ്റി വേണം. ഒരു ജെൻഡേർഡ് ഡിസ്ക്രിമിനേഷൻ ഒന്നും അവിടെ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരു എക്കണോമിക് സസ്റ്റൈനബിലിറ്റി വേണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ സെക്കൻഡ് പില്ലറായിട്ടുള്ള എൻവയോൺമെൻറ്റ് സസ്റ്റൈനബിലിറ്റി എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്, എൻവയോൺമെൻറ്റ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, പ്രൊട്ടക്ഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആണ് വരുന്നത്. പൊല്യൂഷൻസ് മാക്സിമം റെഡ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ ഒന്നും ചെയ്യാത്തതുപോലെ റിസോഴ്സസ്, നാച്ചുറൽ റിസോഴ്സസ് യൂസ് ചെയ്യുക. ദെൻ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് അവിടെ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ. ദെൻ തേർഡ് പില്ലറായിട്ടുള്ള സോഷ്യൽ സസ്റ്റൈനബിലിറ്റി എന്ന് വരുന്നത് എന്താണ്, നമ്മുടെ സൊസൈറ്റിയിൽ ഇക്വാലിറ്റി ഉണ്ടാവുക, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുക. ദെൻ എസെൻഷ്യൽ ആയിട്ടുള്ള സർവീസിന് എല്ലാവർക്കും ആക്സസ് ഉണ്ടായിരിക്കും, ലൈക്ക് ഹെൽത്ത് കെയർ ആവട്ടെ, എഡ്യൂക്കേഷൻ ആവട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അതുപോലെ നമ്മുടെ കൾച്ചറൽ ഹെറിറ്റേജസ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ആക്സസ് ആൻഡ് ഫ്രീഡം, ഇതൊക്കെ ഉണ്ടായിരിക്കുക. അതൊരു സൊസൈറ്റിയുടെ ഒരു വെൽബീയിങ് എന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ അതുപോലെയാണ് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി വരുന്നത്. അപ്പോൾ ഇതാണ് 3 പില്ലേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് സസ്റ്റൈനബിൾ ഫ്യൂച്ചർ സൊസൈറ്റി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ട്രാൻസിഷൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ സൊസൈറ്റിക്ക് ഏറ്റവും വേണ്ടത് എന്താണ്, ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ആണ്. ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള പോപ്പുലേഷൻ ഓവറായിട്ട് ഇൻക്രീസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാൻ പാടില്ല അല്ലേ. അതൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള സൊസൈറ്റിക്ക് വേണ്ട ഒരു കാര്യമാണ്, ഒരു സ്റ്റേബിൾ പോപ്പുലേഷൻ എന്നുള്ളത്. അതുപോലെ തന്നെ അതിൽ വരുന്ന വേറൊന്നാണ് റിസോഴ്സ് ട്രാൻസിഷൻ. അതായത് ഒരുപാട് ഡിപ്ലീറ്റ് ചെയ്യാതെ എക്കോസിസ്റ്റംസ് ആയാൽ അതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിനെയാണ് റിസോഴ്സ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ദെൻ ടെക്നോളജിക്കൽ ട്രാൻസിഷനാണ് നെക്സ്റ്റ് വരുന്നത്. അതായത് എല്ലാ കാര്യങ്ങളും എന്തായിരിക്കണം, ഒരു എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി പ്രോസസ്സ് ആയിരിക്കണം ടെക്നോളജിക്കൽ ട്രാൻസിഷൻസ്. അല്ലെങ്കിൽ അതിൽ വരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് എന്തായിരിക്കണം, കുറച്ചും കൂടെ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിരിക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെ ആയിരിക്കണം എന്നുള്ളതാണ്. എന്തൊക്കെയാണിത്, ട്രാൻസിഷൻസ് ടു മോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചറാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇനി അടുത്ത പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ ട്രാൻസിഷൻ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം, എല്ലാവർക്കും എല്ലാ സർവീസസും ആക്സസ് ചെയ്യാൻ പറ്റുന്നത് പോലെ, അതുപോലെ ജെൻഡർ ഇക്വാലിറ്റി ഉണ്ടായിരിക്കുന്നത് പോലെ, ദെൻ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും കുറച്ചും കൂടെ ഒരു സ്ട്രെങ്തൻ ചെയ്യുന്ന പോലെ, അതായത് അവിടെ ഒരു ഡിസ്ക്രിമിനേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത പോലെയുള്ളതായിരിക്കണം എന്ത്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യോളജിക്കൽ ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ. ഇനി ഒരു കമ്മ്യൂണിറ്റി ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ അതെങ്ങനെയായിരിക്കണം, അത് കുറച്ചും കൂടെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ഉള്ളതായിരിക്കണം. എപ്പോഴും ഒരു സസ്റ്റൈനബിലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന
അപ്പോൾ എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളിക്കുന്ന, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഒരുപോലെ ഉൾക്കൊള്ളിക്കുന്ന രീതിയിലുള്ള ഒരു അപ്രോച്ച് ആയിരിക്കണം കമ്മ്യൂണിറ്റി ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ. അത് കുറച്ച് ആളുകൾക്ക് മുൻഗണന കൊടുക്കുക, കുറച്ച് ആളുകളെ, അതായത് ഒരു മെജോറിറ്റിയെ മാത്രം എപ്പോഴും ഇൻക്ലൂഡ് ആക്കിക്കൊണ്ട് അങ്ങനെ ആവരുത്. മൈനോറിറ്റിയെയും ഇൻക്ലൂഡ് ചെയ്ത്, അതാണ് എല്ലാവരെയും, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും, ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിലെല്ലാം ഒരു കമ്മ്യൂണിറ്റിയിൽ പെടുന്ന എല്ലാവരുമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആയിരിക്കണം എന്തിനു വേണ്ടി കമ്മ്യൂണിറ്റി ട്രാൻസിഷനിൽ ഉണ്ടായിരിക്കേണ്ടത്. സസ്റ്റൈനബിൾ ഫ്യൂച്ചർ സൊസൈറ്റീസ് വേണ്ട ഒരു ട്രാൻസിഷൻസിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡെമോഗ്രഫിക്ക് പറഞ്ഞു, റിസോഴ്സ് പറഞ്ഞു, ടെക്നോളജിക്കൽ, പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ പറഞ്ഞു, കമ്മ്യൂണിറ്റി ട്രാൻസിഷൻ. ഇത്രയാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്. ഇനി പ്രയോറിറ്റി ഏരിയാസ് ആണ് നെക്സ്റ്റ് പറയാനുള്ളത്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ വേണ്ട പ്രയോറിറ്റി കാര്യമായിട്ട് പറയുകയാണെങ്കിൽ എൻവയോൺമെൻറ്റ്, എക്കണോമിക്, സോഷ്യൽ എന്ന് പറയാം. എങ്കിലും അതല്ലാതെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്ത് സ്ലോ ഡൗൺ ചെയ്യേണ്ടതുണ്ട് അല്ലേ. പോപ്പുലേഷൻ ഗ്രോത്ത് ഒരുപാട് കൂടുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമുക്ക് വേണ്ട റിസോഴ്സസ് തികയാതെ ആയിട്ട് വരും അല്ലേ, പോവേർട്ടി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ വേണ്ട ഒന്നാണ് സ്ലോ ഡൗൺ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പോവേർട്ടി റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ പോപ്പുലേഷൻ ഗ്രോത്ത് റെഡ്യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് പോവേർട്ടി റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഇനീക്വാലിറ്റീസും ദെൻ തേർഡ് വേൾഡ് ഡിബൈറ്റ്സും ഒക്കെ റെഡ്യൂസ് ചെയ്യുക. അഗ്രികൾച്ചറിൽ സസ്റ്റൈനബിലിറ്റി കൊണ്ടുവരിക, നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷനുള്ള ക്രോപ്സൊക്കെ ഇറക്കി അതിലൊരു സസ്റ്റൈനബിലിറ്റി കൊണ്ടുവരിക. ദെൻ എല്ലാ എക്കോസിസ്റ്റത്തെയും പ്രൊട്ടക്റ്റ് ചെയ്യുക, ലൈക്ക് ഫോറസ്റ്റ് അതുപോലെ തന്നെ മറ്റ് ഹാബിറ്റാറ്റ്സ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെ അങ്ങനെയുള്ള ഒരു ഇതും കൂടെ വേണം അല്ലേ, സസ്റ്റൈനബിലിറ്റി. എല്ലാ ഹാബിറ്റാറ്റ്സ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഡ്വെല്ലിംഗ് പ്ലേസസ് ആണല്ലേ. അപ്പോൾ അതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോഴാണ് ആ ഒരു ഓർഗാനിസത്തിൻ്റെ എക്സിസ്റ്റൻസിന്. അപ്പോൾ എക്കോസിസ്റ്റത്തെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ അതിൻ്റെ ഏതൊരു ഓർഗാനിസത്തിനെയും നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ഡ്വെല്ലിംഗ് പ്ലേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. then അതുപോലെ തന്നെ വാട്ടർ, എനർജി, ഇതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെ. കാരണം സസ്റ്റൈനബിൾ ആയിട്ടുള്ള യൂസ് ആയിരിക്കണം, അല്ലാതെ ഇന്നത്തെ കാര്യം മാത്രം നോക്കിയിട്ടുള്ളതായിരിക്കരുത്. ഒരു കരുതൽ അവിടെ എപ്പോഴും വേണം അല്ലെ, ഒരു കൺസർവേഷൻ അവിടെ എപ്പോഴും വേണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ വാട്ടർ യൂസും സസ്റ്റൈനബിൾ ആയിരിക്കണം, വേസ്റ്റ് ജനറേഷൻ കുറയ്ക്കണം. അങ്ങനെയൊക്കെയാണ് പ്രയോറിറ്റി ഏരിയാസ് വരുന്നത്. ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു യുണൈറ്റഡ് നാഷൻ കോൺഫറൻസിൽ എന്ത് ചെയ്യാണ്, ഒരു ബ്രണ്ട്ലൻ കമ്മീഷൻ ഏർപ്പാടാക്കുകയാണ്. അവരാണ് അവർ കോമൺ ഫ്യൂച്ചർ എന്നുള്ള ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നത്. അതിലാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് വന്നിട്ടുള്ളത് എവിടെ നിന്നാണ്? അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റിയോ ഡി ജനീറോയിൽ 1992 നടന്ന വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അവിടെ അതിലും അതുപോലെ തന്നെ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്, അത് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് റിയോ ഡി ജനീറോയിൽ നടന്ന സമ്മിറ്റിലാണ്. ആൻഡ് വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ജോഹാൻസ്ബർഗിൽ 2002 നടന്ന ഇതിലാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്നുള്ള രീതിയിൽ വരുന്നത്. അത് 17 ഗോൾസാണ് UN പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫ്രെയിം ചെയ്തിട്ടുള്ള 17 ഗോൾസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് ഉണ്ടായിരുന്നു. ദെൻ അതിനെ വീണ്ടും റീഫ്രെയിം ചെയ്തിട്ട് 17 സസ്റ്റൈനബിൾ ഗോൾസ്, അത് 2015 മുതൽ 2013 വരെ ഒരു 15 വർഷത്തിനുള്ളിൽ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ടു വുഡ് അച്ചീവ് ഇൻ നെക്സ്റ്റ് 15 years എന്നുള്ളത് പോലെയാണ് അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ. 2016 to 30 ആണ് കറക്റ്റ് 15 years എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോ പോവേർട്ടി അതാണ് ഫസ്റ്റ് വരുന്നത്. ദെൻ സെക്കൻഡ് സീറോ ഹങ്കർ, ദെൻ തേർഡ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, മെച്ചപ്പെട്ട ആരോഗ്യവും ജീവിത നിലവാരവും, അതുപോലെ തന്നെ ക്വാളിറ്റി എഡ്യൂക്കേഷന്, ജെൻഡർ ഇക്വാലിറ്റി, ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷന്, അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി, ഡീസൻറ്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്, ദെൻ ഇൻഡസ്ട്രി, ഇന്നൊവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, ദെൻ 10th ആയിട്ട് വരുന്നത് റിഡ്യൂസ്ഡ് ഇൻഇക്വാലിറ്റീസ്, ദെൻ സസ്റ്റൈനബിൾ cities and communities, 12th വരുന്ന റെസ്പോൺസിബിൾ കൺസപ്ഷൻ ആൻഡ് പ്രൊട്ടക്ഷന്, ക്ലൈമറ്റ് ആക്ഷന്,
അതുപോലെ തന്നെ 14th ലൈഫ് ബിലോ വാട്ടർ, 15 ലൈഫ് ഓൺ ലാൻഡ്, 16 പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷന്, 7 പാർട്ട്ണർഷിപ്പ് ഫോർ ഗോൾസ്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ വായിച്ചു പോയി എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതിപ്പോൾ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാനൊന്നുമില്ലല്ലോ, അതുകൊണ്ടാണ്. പക്ഷേ ഞാനിതിങ്ങനെ വായിച്ചു പോയതുകൊണ്ട് നിങ്ങൾ അത് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കരുത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിൽ പെടാത്തത് ചോദിച്ചിട്ട് ഇതിൽ പെടാത്തത് ഏതാണ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ലേൺ ദി 17 ഗോൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. നിങ്ങൾ ഇതെന്തായാലും പഠിക്കണം. 17 ഗോൾസ് നിങ്ങൾ പഠിക്കണം. അപ്പോഴാണ് ഇതിൽ കൂട്ടത്തിൽ പെടാത്തതിനെ നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഇനി ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് ആണ് പറയുന്നത്. എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? നമ്മൾ ഇപ്പം നിങ്ങൾ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തവരുണ്ടാവാം, BCom എടുത്തവരുണ്ടാവാം, BA സൈക്കോളജി എടുത്തവരുണ്ടാവാം, സോഷ്യോളജി, ഹിസ്റ്ററി, അങ്ങനെ പല പല സ്ട്രീംസിലുള്ളവരും ഈ ഒരു കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്പൽസറി ആയിട്ടുള്ള കോഴ്സ് എന്തിനാണ് പഠിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അത് ഓഫ് കോഴ്സ് അത് എന്തിനു വേണ്ടിയിട്ട് തന്നെയാണ്, ഒരുപാട് ഏരിയാസ് നമ്മൾ കവർ ചെയ്യേണ്ടതുണ്ട്. അപ്പോഴാണ് നമുക്ക് ശരിക്കും എങ്ങനെയാണ് എൻവയോൺമെൻറ്റിനെ ഡീല് ചെയ്യേണ്ടത് എന്നുള്ള പല കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു നോളജ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അതല്ലെങ്കിൽ അതിൻ്റെ കൺസേൺസ് എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ഓർഗാനിസംസിനെ എഫക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്രം ഹ്യൂമൻ ആംഗിൾ ദിസ് മീൻസ് ഇറ്റ്സ് ആൻ അപ്ലൈഡ് സയൻസ്. കാരണം വിച്ച് സീക്സ് ഓൾ പോസിബിൾ ആൻസേഴ്സ് ടു മേക്ക് ഹ്യൂമൻ സിവിലൈസേഷൻ. നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ശരിക്കും എൻവയോൺമെൻറ്റിനെ കുറിച്ചിട്ട് പഠിക്കണം. എൻവയോൺമെൻറ്റ് സ്റ്റഡീസ് നിർബന്ധമാണ്. കാരണം ഇവിടെയുള്ള റിസോഴ്സസ് ഒക്കെ ലിമിറ്റഡ് ആണ്. നമുക്കൊരു വിചാരമുണ്ട് അത് തീർന്നു പോയില്ല, അത് പിന്നെയും റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയല്ല, ചില റിസോഴ്സസ് ലിമിറ്റഡ് ആണ് എന്നുള്ള, നോൺ റിന്യൂവബിൾ ആണ് എന്നുള്ളൊരു ബോധം നമ്മളിലേക്ക് വരണം. നമ്മളുടെ ഓരോ ആക്ടിവിറ്റിക്കും അവിടെ ഒരു എന്താണ് റിസൾട്ട് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവ് റിസൾട്ട് അല്ലെങ്കിൽ കോൺസിക്വൻസ് അവിടെ ഉണ്ട്, ഒരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ അതിനെ ചേഞ്ച് ചെയ്യണം, അതിനെ ഡീൽ ചെയ്യണം അല്ലേ. ദെൻ നമ്മൾ മറ്റ് ലിവിങ് ബീയിങ്സിനെ എഫക്റ്റ് ചെയ്യുന്നതിനൊക്കെ നമ്മൾ ലിമിറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. ആൻഡ് മേഡ് എവ്രി വൺ അവെയർ ഓഫ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്. അപ്പോഴാണ് അതിന് കുറച്ചും കൂടെ പ്രൊട്ടക്ഷനും ഗുഡ് പ്രാക്ടീസസ് ഒക്കെ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്നുള്ളത് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഒരു നല്ല രീതിയിലുള്ള നിലനിൽപ്പിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്നുള്ളത് നമ്മൾ ലേൺ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ പെസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തള്ളി മറിക്കാം അല്ലേ. ഇത് ജസ്റ്റ് പോയിന്റുകൾ നിങ്ങൾ ലേൺ ചെയ്താൽ മതി. ആൻഡ് നെക്സ്റ്റ് ഇഷ്യൂസ് ആൻഡ് സജസ്റ്റീവ് മെഷേഴ്സ് ഫോർ മൈഗ്രേഷൻ ഇൻ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്. സോറി, നോട്ട് മൈഗ്രേഷൻ, മിറ്റിഗേഷൻ ആണ്. മൈഗ്രേഷൻ അല്ല, സോറി ഫോർ മൈ മിസ്റ്റേക്ക്, ഇറ്റ്സ് മിറ്റിഗേഷൻ. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഇപ്പം നമ്മൾ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിനെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിനെ ലഘൂകരിക്കാനുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അതായത് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിനെ നമ്മൾ എന്താ പറയുക, ഇതിലൂടെ പ്രശ്നങ്ങളെ ലഘൂകരിക്കാനുള്ള ചില ഇൻസ്ട്രക്ഷൻസ് എന്നൊക്കെ പറയില്ലേ, അതാണ് ഇതിൽ വരുന്നത് കേട്ടോ. അതായത് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു റീജിയനിൽ അല്ലെങ്കിൽ സ്പെസിഫിക് കമ്മ്യൂണിറ്റി അഫക്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ സ്പെസിഫിക് സ്റ്റേറ്റിനെയോ നാഷനെയോ അങ്ങനെയല്ല. ഇറ്റ്സ് ഗ്ലോബൽ ഇഷ്യൂ. അതൊരു ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഗ്ലോബൽ ഇഷ്യൂ ആണ് ശരിക്കും എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ ഗ്ലോബൽ വാർമിങ്, ക്ലൈമറ്റ് ചേഞ്ച്, ഓസോൺ ലെയർ ഡിപ്ലീഷന്, ആസിഡ് റെയിന്, അതുപോലെ തന്നെ മറൈൻ പൊല്യൂഷന്, ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ഇതൊക്കെ ഗ്ലോബൽ ഇഷ്യൂസാണ്. അതായത് വേൾഡ് ഇഷ്യൂസാണ്. ഇതൊക്കെ ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഇഷ്യൂസാണ് എന്നാണ് പറയുന്നത്. കാരണം ഇൻ്റർനാഷണൽ എഫേർട്സ് ആൻഡ് കോപ്പറേഷൻ വേണം ഇതിനെ ലിമിറ്റ് ചെയ്യണമെങ്കിൽ എന്നുള്ള രീതിയിലാണ്. അത് മാത്രമല്ല, ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു മെത്തേഡ് വേണം ഇതിനൊക്കെ ഒരു ലിമിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. കാരണം നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയാം അല്ലേ.
ഇപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ട്, മോഡേണൈസേഷൻ്റെ ഭാഗമായിട്ട്, ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ആ മാറ്റങ്ങളുടെ കാരണമായിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്ന് പറയാം. കാരണം ഒരു മോഡേൺ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ മോഡേൺ പീരിയഡിലെ ഇൻഡസ്ട്രിയലൈസേഷൻ ആവട്ടെ, അർബനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരുപാട് ആളുകളെ തിങ്ങിപ്പാർത്ത് അല്ലെ ഈ ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ഗ്രാമങ്ങളല്ലാതെ നഗരങ്ങളായി മാറുന്നൊരവസ്ഥയാണ് അല്ലേ. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റംസ്, ദെൻ പ്രോപ്പർ അല്ലാത്ത അഗ്രികൾച്ചറൽ യൂസേജസ്, ഇതൊക്കെ ഒരുപാട് എൻവയോൺമെൻ്റൽ ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ തിരിച്ചറിഞ്ഞ് അതിനൊക്കെ റെഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുമാത്രമല്ല ഒരു ഡെവലപ്പിംഗ് വേൾഡ് എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു ചലഞ്ച് തന്നെയാണ്. എൻവയോൺമെൻ്റൽ ഡിഗ്രഡേഷൻ ഇല്ലാതെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളത് ഒരു ചലഞ്ച് തന്നെയാണ്. ഇതൊക്കെ ഇഷ്യൂസ് ആയിട്ടാണ് കേട്ടോ പറയുന്നത്. അതായത് എൻവയോൺമെൻ്റൽ സ്റ്റഡീസിന് വരുന്നൊരു ഇഷ്യൂസ് ആയിട്ട്. കാരണം അത് പഠിക്കുന്നതോടൊപ്പം നമ്മൾ എന്താണ്, ഇങ്ങനൊരു ഇഷ്യൂസ് അവിടെ ഉണ്ട്. ഡെവലപ്മെൻറ്റ് എന്നുള്ളത് ആവശ്യമാണ്, എന്നാൽ വിത്തൗട്ട് ഡിഗ്രഡേഷൻ അത് പോസിബിളും അല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ പോപ്പുലേഷനിലുള്ള എക്സ്പ്ലോസീവ് ഇൻക്രീസ്, ഒരു സഡൻ ആയിട്ടുള്ള അത്രയും ഒരു മാസ് ഇൻക്രീസ് ആണ് പോപ്പുലേഷനിൽ വരുന്നത്. അതും ഇഷ്യൂ തന്നെയാണ് അല്ലേ. ദെൻ നെക്സ്റ്റ് ആയിട്ട് അതിൽ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ റിസോഴ്സസ് യൂസ് ചെയ്യുന്നതിലധികം അത്രയ്ക്കും ഒരു പോപ്പുലേഷൻ ഉണ്ടാവുകയാണ്. അതായത് ഒരു ഏരിയയ്ക്ക് താങ്ങാൻ കഴിയുന്നതിൽ കൂടുതൽ ഹെവി പ്രഷർ ആൻഡ് പോപ്പുലേഷനാണ് അവിടെ ഉള്ളത്. അതുമാത്രമല്ല നീഡ്സ് എന്ന് പറയുന്നത് അല്ലേ, ഇതിനൊന്നുള്ള റിസോഴ്സസ് നമുക്ക് മീറ്റ് ചെയ്യാൻ കഴിയില്ല, അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ കഴിയില്ല. കാരണം അതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും എല്ലാവർക്കും കിട്ടുക എന്നുള്ള ഈ ഒരു പോപ്പുലേഷൻ കൂടുമ്പോൾ അത് പോസിബിൾ അല്ല എന്നുള്ളതാണ്. ആൻഡ് ഇനിയൊരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ്റെ നീഡ്സ് ആണ് അടുത്തതായിട്ട് പറയുന്നത്. എന്താണ് ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ്റെ, അല്ലെങ്കിൽ എന്ത് ആണ് ഇപ്പോൾ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ പരിഹാര മാർഗങ്ങൾ കാണാം, അതല്ലെങ്കിൽ ബദലായിട്ടുള്ള മാർഗങ്ങൾ കാണാം എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ആൾട്ടർനേറ്റീവ് പാത്ത് ടു ഡെവലപ്മെൻറ്റൽ ഗോൾസ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഡെവലപ്മെൻറ്റൽ ഗോൾസിലേക്കുള്ള ഒരുപാട് എൻവയോൺമെൻറ്റൽ ഡിപ്ലീഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ ഡിഗ്രഡേഷൻ ഇല്ലാത്ത എക്സ്പ്ലോയിറ്റേഷൻ ഇല്ലാത്ത വേറെ മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സിനെ കൺസേർവ് ചെയ്യുകയും അതുപോലെ തന്നെ വേസ്റ്റ് കൺസഷൻ കുറയ്ക്കുകയും ചെയ്യണം, അല്ലെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യണം. അതുമാത്രമല്ല കുറച്ചും കൂടെ പ്ലാനിങ്ങും ഡെവലപ്മെൻറ്റും ആവശ്യമാണ്. കാരണം റിസോഴ്സിനെ വേണ്ട രീതിയിൽ യൂസ് ചെയ്യാൻ. ആൻഡ് അതുമാത്രമല്ല നല്ല രീതിയിൽ അതിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നല്ല പ്രോപ്പറായിട്ടുള്ള പ്ലാൻസ് വേണം. ദെൻ അതിനുള്ള ഒരു പ്രോസസ്സിങ് ആവട്ടെ, ദെൻ അതിൻ്റെ യൂട്ടിലൈസിങ് ആവട്ടെ, എല്ലാം ഏതൊരു പദ്ധതിയിലാണെങ്കിലും അതിന് കറക്റ്റായിട്ടുള്ള ഒരു പ്ലാനിങ് വേണം എന്നുള്ളതാണ് അല്ലേ. ദെൻ അത് തന്നെ ഇപ്പോൾ നമ്മുടെ പരിസ്ഥിതിയുടെ നിലനിൽപ്പിനും അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിലായിട്ട് അത് ആസൂത്രണം ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഒരു സസ്റ്റൈനബിലിറ്റിയെ മുൻകണ്ടുകൊണ്ട്, അതായത് ഇന്നത്തെ ആവശ്യം കഴിഞ്ഞു പോവുകയല്ല വേണ്ടത്, ഫ്യൂച്ചർ ജനറേഷന് നീഡ്സ് മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റിക്ക് അവിടെ എന്താണ് ഒരു കോംപ്രമൈസും ചെയ്യാതെ ആയിരിക്കണം ഓരോ കാര്യങ്ങളും നമ്മൾ കൊണ്ടുവരേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് യൂണിറ്റ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു യൂണിറ്റിലുള്ള ടോപ്പിക്സ് വരുന്നത്. ആൻഡ് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇൻ വിച്ച് ഫോളോയിങ് റിപ്പോർട്ട്, ഏത് റിപ്പോർട്ടിലാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. വിത്തൗട്ട് എനി ഡൗട്ട് വി ക്യാൻ സേ അവർ കോമൺ ഫ്യൂച്ചർ, നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞേ ഉള്ളൂ അല്ലേ. അതുപോലെ തന്നെ നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് വൺ ഓഫ് 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അഡോപ്റ്റഡ് ബൈ UN എന്നുള്ളത്. UN അഡോപ്റ്റ് ചെയ്ത 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൽ പെടാത്തത് ഇതിലേതാണ് എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കേ, 4 എണ്ണം തന്നിട്ടുണ്ട്. അതിൽ പെടാത്തതൊന്നും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അതിൽ പെടാത്തത് ഏതാണ്, അല്ലെങ്കിൽ പെടാത്തതല്ല പെടുന്നത് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് നോക്കണം. അപ്പോഴാണ് പെടാത്തത് ഏതാണ്. ഇപ്പം ഇതിൽ ഒക്കെ ടൂറിസം ആൻഡ് ട്രാവൽ ആണ് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയും. ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ആയാലും അതുപോലെ തന്നെ സീറോ ഹങ്കർ ആയാലും
നോ പോവേർട്ടി ആയാലും ഒക്കെ അതിൽ വരുന്നതാണ് അല്ലേ. ദെൻ നെക്സ്റ്റ് ഇനി എല്ലാ ക്വസ്റ്റ്യൻസും ഞാനിതിൽ വായിച്ച് പോകുന്നില്ല. നമ്മുടെ ഗ്രൂപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ നോട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റിൽ വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് ആൻസർ ചെയ്ത് നോക്കാം. നേരത്തെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യനും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹ്യൂമൻ മോഡിഫൈഡ് എൻവയോൺമെൻറ്റ്. നോക്കിക്കുക, ആർട്ടിഫിഷ്യൽ ലേക്സ് വരുന്നുണ്ട്, ഓർച്ചാർഡ്സ് വരുന്നുണ്ട്, ക്രോപ്പ് ഫീൽഡ്സ്, ഡാംസ്. ഇതിൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹ്യൂമൻ മോഡിഫൈഡ് എൻവയോൺമെൻറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന 3 ഹ്യൂമൻ മെയ്ഡ് ആയിരിക്കും, 1 മാത്രമായിരിക്കും ഹ്യൂമൻ മോഡിഫൈഡ്. അതേതാണ്? ഓർച്ചാർഡ്സ് ആണ്. അത് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർച്ചാർഡ്സും പ്ലാന്റേഷൻസ് ഒക്കെ എന്താണ്, ഹ്യൂമൻ മോഡിഫൈഡ് ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഈ ഒരു ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് സെഷൻ. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു മടിയും വിചാരിക്കേണ്ട. യു ക്യാൻ ആസ്ക് ഇൻ അവർ സബ്ജക്ട് ലേണിംഗ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ PM ചെയ്യാം. എന്നെ കൊണ്ട് അറിയുന്നതാണെങ്കിലും, എന്തായാലും അറിയുന്നതാണെങ്കിലും അറിയാത്തതാണെങ്കിലും ഞാൻ പറഞ്ഞു തരും. നിങ്ങൾ ഇത് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചാൽ ഞാൻ എവിടെയെങ്കിലും റെഫർ ചെയ്തിട്ടാണെങ്കിൽ ഐ ആം റെഡി ടു ഹെൽപ്പ് യു. ഓക്കെ, സോ ഫീൽ ഫ്രീ ടു ആസ്ക് യുവർ ഡൗട്ട് എനി ടൈം. So that's all about our class. Thank you for your participation.